ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ കൊണ്ട് കാപ്പി എടുപ്പിച്ചിട്ട് അലീനയോട് അത് മുറിയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ഈ ഹരി പറഞ്ഞു. അലീനയാണെങ്കിലും മടിച്ച കാപ്പി റൂമിൽ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവൻ അലീനയുടെ കൈക്ക് കയറി പിടിച്ചു. എന്താ നിൻ്റെ ഉദ്ദേശമെന്ന് അലീന ഈ ഹരിയോട് ചോദിക്കുമ്പോൾ എനിക്ക് പല ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞു. അതിന് കൊല്ലപ്പള്ളിയിൽ എങ്ങനെ പോയി നോക്കാൻ അലീന പറയുക. ഇവിടെ അത് നടക്കില്ല എന്നും അലീന ഹരിയോട് പറയുമ്പം ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടുണ്ടെന്ന് ഹരി അലീനയോട് പറയുക. കയ്യിന്ന് വിടാൻ പറഞ്ഞു. അന്നേരം അലീന ഇവനിങ്ങനെ അലീനയെ തന്നെ നോക്കുക. വിട്ടില്ലെങ്കിലോ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വിടാനാ പറഞ്ഞതെന്ന് പറയുമ്പോഴും ഇവനിങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അലീന എന്ത് ചെയ്തെന്ന് അറിയാവോ? വിടടാന്ന് പറഞ്ഞു കൈ അങ്ങ് പീഡിപ്പിച്ചു. എന്നിട്ട് ആ തിളച്ച വെള്ളം അവൻ്റെ മേത്തേക്ക് അങ്ങ് ഒഴിച്ച് അങ്ങ് ഇട്ടു. ആ തിളച്ച ചായ അവൻ്റെ നെഞ്ചത്തേക്ക് വീണവൻ്റെ നെഞ്ച് മുഴുവനും പൊള്ളിപ്പോയി. അത്യാവശ്യമായിപ്പോയി അവനത്. സ്റ്റൂപ്പിഡ് ഒന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി വരാം ഒറ്റ ഓട്ടം. അവൻ്റെ മേല് മൊത്തം പൊള്ളി എന്തായാലും. അലീന ഇങ്ങനെ പെമ്പിള്ളേരെ പോലെ അവിടെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന സാധനങ്ങളെല്ലാം എടുത്ത് അടിച്ച് തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഒരു ചേച്ചി ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ ചേച്ചി അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ചേച്ചി വീട്ടിലേക്ക് കയറി വന്നു. അലീന ചോദിച്ചു ആരെ കാണാനാ, എന്തിനു വന്നതാണ്? അപ്പം ഞാനൊരു സഹായത്തിന് വന്നതാ കുഞ്ഞെ. എന്ത് സഹായം വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് കൂലിപ്പണിയാ, കെട്ടിയോനും കൂലിപ്പണിയാ. ഞങ്ങളുടെ ഇളയെ കൊച്ച് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നതാ. പരിശോധിച്ച് നോക്കിയപ്പോൾ അപ്പൻഡിറ്റീസ് ആണെന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പൻഡിറ്റൈറ്റ് അല്ലേ? അത് തന്നെ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഡോക്ടറാണ് നോക്കിയത്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് ഉടനെ വേണമെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ അന്നത്തെ ചിലവിനുള്ള പൈസ മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിട്ടാണെങ്കിൽ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് അലീന അന്നേരം പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് കൊടുക്കണം കുഞ്ഞ്, നേഴ്സുമാർക്കും കൊടുക്കണം, എന്നാലേ അവർ ശരിക്കും നോക്കത്തുള്ളൂ എന്നാ ചേച്ചി പറയും. വില കൂടി മരുന്നൊക്കെ കുറിച്ച് തന്നിട്ട് പുറത്തുനിന്ന് വാങ്ങാനും പറയും. എങ്ങനെ നോക്കിയാലും 10,000 രൂപ വേണമെന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞു. അപ്പോൾ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചുകൂടെ എന്ന് അലീന ചോദിക്കുമ്പം കടം വാങ്ങിച്ച് ഇപ്പം ആരും തരത്തില്ലെന്നായെന്നാ ചേച്ചി പറയാം. മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ കഴിയണ്ടേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. എന്നാലല്ലേ പിന്നെയും ചോദിക്കുമ്പോൾ കിട്ടത്തുള്ളൂ. പണി ചെയ്യുന്ന കാശ് കൊണ്ട് ഒന്നിനും തികയത്തില്ല കുഞ്ഞെ. അപ്പോൾ 3 പിള്ളേരെ പഠിപ്പിക്കണ്ടേ, മരുന്നും തുണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ, ചിലവിന് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അയൽക്കാരോടും നാട്ടുകാരോടൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ അലീന ആ ചേച്ചിയോട് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പൈസ ഒന്നുമില്ല. പക്ഷേ ഈ ചേച്ചി പോകാതെ അവിടെ തന്നെ ഇരിക്കുക. ആ ചേച്ചി എന്നിട്ട് കവറും തുറന്ന് അതിൽ നിന്നൊരു പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു. അയ്യോ, ഇവിടെ വേണ്ടപ്പെട്ടവരാരും ഇല്ല, ജോലിക്ക് പോയേക്കുവാണെന്ന് പറഞ്ഞു അലീന. ആണോ? അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് 100 200 എത്രയായാലും കുഴപ്പമില്ലെന്ന് ചേച്ചി പറഞ്ഞു. എത്ര രൂപയുടെ കുറവുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 3500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോളുടെ ഓപ്പറേഷൻ നാളെ തന്നെ നടക്കുമെന്നാണ് ചേച്ചി പറഞ്ഞു. അപ്പോൾ അലീന വല്ലാണ്ടായി കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് നിൽക്കുകയെന്നും പറഞ്ഞ് നമ്മുടെ അലീന അകത്തേക്ക് കയറിപ്പോയി. ഈ ചേച്ചി പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് അലീനയുടെ കയ്യിലുള്ള പൈസ എടുത്തുകൊണ്ട് കൊടുത്തു. ചേച്ചി വെച്ചോ, ഇനി മോളുടെ ഓപ്പറേഷൻ നടക്കാതിരിക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും പൈസയോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഒരുപാട് അലഞ്ഞ് നടക്കൊന്നും വേണ്ട, വീട്ടിൽ പോയിക്കോളാനും അലീന ആ ചേച്ചിയോട് പറഞ്ഞു. ആ ചേച്ചി അന്തം വിട്ട് നോക്കൂ അലീനയെ. ഒട്ടും ആ ചേച്ചി പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവനും കൂടി അലീന ആ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. അലീന എന്നിട്ട് ചേച്ചി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഈ ചേച്ചി പൈസ എടുത്ത് കവറിൽ വെച്ച് ഇങ്ങനെ അലീനയോട് നന്ദി പറയുമ്പോൾ ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ, ചേച്ചിയുടെ മോക്ക് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ലെന്ന് അലീന ചേച്ചിയോട് പറയാം. എന്നിട്ട് സമാധാനമായിട്ട് പോയിക്കോളാനും പറഞ്ഞു. നന്ദി പറഞ്ഞാൽ ചേച്ചി അവിടുന്ന് പോയി. അലീന എന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അലീന റൂമിലേക്ക് കയറി ചെന്നു. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, നീ രൂപ എടുത്തുകൊണ്ട് പോയത് ആർക്ക് കൊടുക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മോൾക്ക് നാളെ ഓപ്പറേഷനാ, കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞു, തീരെ ഗതിയില്ലാത്തവരാണെന്നൊക്കെ പറയുമ്പോൾ നീ എത്ര കൊടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ 3000 രൂപ കൊടുത്തെന്നും പറഞ്ഞു. എൻ്റെ ഈശ്വര, 3000 രൂപയോ? അത് നിന്നെ പറ്റിച്ചുകൊണ്ട് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ പറ്റിച്ചതൊന്നും അല്ല മുത്തശ്ശി, അവർക്ക് അത്രയും രൂപ വേണമായിരുന്നു. അപ്പോൾ വീട് തോറും കയറി ഇറങ്ങി യാചിക്കാം, ആരെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചു. എടി അത് തന്നെയാണ് ഞാനും നിന്നോട് ചോദിക്കുന്നേ, 3000 രൂപ ആരെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുമോ? വേറെ ആരും കൊടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് അലീന പറയുമ്പോൾ കൊള്ളാം. ഇവിടെ എൻ്റെ കയ്യിൽ ആ പൈസ ഇരുന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അലീന ചോദിക്കുക. നാളെ അവരുടെ മോളുടെ ഓപ്പറേഷൻ നടത്തി ആ കുഞ്ഞ് സുഖപ്പെട്ട അതല്ലേ വലിയ കാര്യമെന്ന് അലീന മുത്തശ്ശിയോട് ചോദിച്ചു. നിനക്ക് തികയില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ദൈവം തരുമെന്ന് അലീന മുത്തശ്ശിയോട് പറയുക. ദൈവം തരുന്നല്ലേ നീ ഇങ്ങനെ പെറുക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പം അതെ, മനുവേട്ടനും മുത്തശ്ശനും കൂടി എന്നെ കാണാൻ കഴക്കൂട്ടത്ത് വന്നപ്പോഴേ മമ്മിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയതാണെന്നുള്ള കാര്യം പറയുക. പിന്നെ മമ്മിയായിരുന്നു എൻ്റെ കാണപ്പെട്ട ദൈവം, ആ കയ്യിൽ നിന്ന് തന്നതൊന്നും പാഴായി പോകത്തില്ല മുത്തശ്ശി എന്ന് അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറയുമ്പോണ്ടല്ലോ
നിനക്ക് ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടല്ലോ കുഞ്ഞെ എന്ന് അലീനയോട് മുത്തശ്ശി പറയാം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതൊക്കെ പറഞ്ഞ് അലീനയെ പറ്റി ഓർത്ത് നല്ല സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക നമ്മുടെ മുത്തശ്ശി. പിന്നെ കാണിക്കുന്നത് ഗ്രേസമ്മ ഫോണിൽ വിളിക്കാം. ഈ വീട്ടിൽ അവൻ 5 വർഷം താമസിച്ചതാ, 1 2 അല്ല. ഡിഗ്രിക്ക് ചേർന്നത് മുതൽ PG കഴിയുന്നത് വരെ എൻ്റെ മോനെ പോലെ ഞാൻ അവനെ കരുതിയതെന്നൊക്കെ ഗ്രേസമ്മ പറയണം. കോട്ടയം വരെ വന്ന് 2 ആഴ്ച അവിടെ താമസിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരാൻ ഒരു ദിവസം പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകും എൻ്റെ ആലീസ എന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ അതായത് നമ്മുടെ രേവതിക്കുട്ടി അവിടെ നിന്ന് കേൾക്കുക. അലീസ, എന്നെ കൂടുതലൊന്നും എന്നോട് പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇന്നത്തെ കാലത്തെ നന്ദിയും സ്നേഹവും ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടെന്നും പ്രത്യേകിച്ച് സ്വന്തക്കാരിൽ നിന്നൊക്കെ പറയാം. ഞാൻ കട്ട് ചെയ്യുവാണെന്നും പറഞ്ഞ് ഗ്രേസമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെന്നു. കേട്ടോ, ടെൻഷനാണോ എന്ന് ചോദിച്ചു. ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് സ്വന്തം മമ്മി പോലും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞവനാ. കാനഡയിൽ പോയി ജോലിയും പൈസയൊക്കെ ആയപ്പോൾ അതെല്ലാം അവനങ്ങ് മറന്നു എന്ന് ഗ്രേസമ്മ. 2 മണിക്കൂർ മതി കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ടൊന്ന് കാറോടിച്ച് വരാൻ, അതിന് പോലും സമയം കിട്ടിയില്ലെന്ന് അവന്. അപ്പം ആരാ അതെന്ന് രേവതിക്കുട്ടി ചോദിച്ചേ. അപ്പം മാമച്ചായൻ്റെ പെങ്ങടെ മോൻ്റെ കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗ്രേസമ്മ പറഞ്ഞപ്പോൾ അയ്യോ അതിന് സങ്കടമായി. അതായത് രേവതിക്കുട്ടിക്ക് സങ്കടമായി. ആ സമയത്ത് ഗ്രേസമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രേവതിക്കുട്ടി ചെന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം എന്ത് കാര്യമാണ് അത്? പിന്നെ സാറിനും കൊച്ചമ്മയ്ക്കും മക്കളാരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗ്രേസമ്മ ഒരു നോട്ടം. സാറിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് പേടിയായി. ഇവിടെ ഒരു ഫോട്ടോ പോലും കണ്ടില്ല ആരുടെയും. മക്കളുടെ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞും കേട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിനക്ക് എന്തൊക്കെ അറിയണോടി? ഇവിടുത്തെ ജോലിയും ചെയ്ത് ഭക്ഷണവും കഴിച്ച് ജീവിച്ച് പോയാൽ പോരെ നിനക്ക്? ഞങ്ങൾക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നീ എന്തിനാ അറിയുന്നതെന്നൊക്കെ ചോദിച്ചു. നിന്റെ പണിയെല്ലാം തീർന്നെങ്കിൽ എവിടെയെങ്കിലും പോയി ഒടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഗ്രേസമ്മ അവിടെ നിന്ന് പോയി. അത് രേവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അവൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഗ്രേസമ്മ തുള്ളിച്ചാടി അങ്ങ് പോയി. ഈ സമയത്ത് മാമച്ചൻ അങ്ങോട്ടേക്ക് വന്നു. വിഷമിച്ച് നിൽക്കുന്ന രേവതിക്കുട്ടിയെ കണ്ടു. മാമച്ചന് സങ്കടമായി. മാമച്ചൻ അന്നേരം രേവതിയുടെ അടുത്തേക്ക് വരൂ കേട്ടോ, നീ എന്തിനാ കരയണേന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഒന്നുമില്ല എന്നുള്ള പറച്ചിൽ തന്നെ എന്തോ ഉണ്ടല്ലോ, എന്താ പ്രശ്നം? കാര്യം പറയാൻ പറഞ്ഞു മാമച്ചൻ. അപ്പോൾ കൊച്ചമ്മ എന്നെ വഴക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു. നിനക്കിത് കിട്ടണം. നീ എനിക്കിട്ട് കുറെ പാറ വെച്ചതല്ലേ എന്ന് മാമച്ചാൻ എന്തായാലും ചോദിക്കാം. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ നീ? അപ്പം സാരമില്ല, ഞാൻ സഹിച്ചോളാവെന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ നീ തന്നെ സഹിക്കണം, അല്ലാതെ പിന്നെ എന്താ ഞാൻ സഹിക്കാൻ വരുമോ? അല്ല ഗ്രേസമ്മ എന്തിനാ നിന്നെ വഴക്കു പറഞ്ഞേ? അത് പിന്നെ ഞാൻ ചോദിച്ചു സാറിനും കൊച്ചമ്മയ്ക്കും മക്കളാരും ഇല്ലേന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് മാമച്ചൻ്റെ മുഖം അങ്ങ് അല്ലാണ്ടായി. നീ എന്തിനാ അതൊക്കെ അവളോട് ചോദിക്കാൻ പോയേ എന്ന് മാമച്ചൻ ചോദിച്ചു കേട്ടോ. വല്ല കാര്യമാണോ അതൊക്കെ? അപ്പം അറിയാതെ ഞാൻ ചോദിച്ചു പോയതാ, ഇനി ഞാൻ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മാമച്ചൻ നിനക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ പറയാമെന്ന് അന്നേരം അദ്ദേഹം പറയാട്ടോ. സ്വരമൊക്കെ ഇടറി വല്ലാതെ വിഷമത്തോടെ. അപ്പം ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നുവെന്നും 4 വർഷം മുൻപ് അവൻ പോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും രേവതിക്കുട്ടിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിന്ന് കേൾക്കുക. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നെന്ന കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായിപ്പോയി. രേവതിക്കുട്ടിക്ക് ചോദിക്കേണ്ടെന്നായിപ്പോയി. 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യമൊക്കെ പറഞ്ഞതൊക്കെ കേട്ട് നമ്മുടെ രേവതിക്കുട്ടി സങ്കടത്തോടെ നിൽക്കുക. ഇനി അങ്ങ് ചെന്നിട്ടേ ഞങ്ങൾ അവനെ കാണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. ആ സമയത്ത് രേവതിക്കുട്ടി ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. രേവതി എന്നിട്ട് നേരെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. ഗ്രേസമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കുക. രേവതിയെ കണ്ടപ്പോഴത്തേക്ക് മുഖമൊക്കെ തിരിച്ച് ഒരു കെർവ് പോലെ കെർവിച്ച് അവിടെ കിടക്കുവാണ്. അപ്പോൾ രേവതിയെ കണ്ടു. എന്താന്ന് ചോദിച്ചു. ചെന്നിട്ട് സോറി പറഞ്ഞു. ഗ്രേസമ്മ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയത്, എന്നോട് ക്ഷമിക്കണമെന്ന് രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയോട് പറയാം. ഇത് കാല് പിടിച്ച് സോറി പറയാം. അപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റിട്ട് ഇത് എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഞാനും അപ്പോഴത്തെ ഒരു വിഷമത്തിന് ദേഷ്യപ്പെട്ട് പോയതാ, അതൊക്കെ പോട്ടെ, അത് വിട്ടുകളാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ നമ്മുടെ രേവതിക്കുട്ടിയോട് പറഞ്ഞു. രേവതിക്കാണെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടമായിട്ടോ. ഞങ്ങൾക്ക് ഒരു മോനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഇങ്ങനെ പറയാം. അപ്പോൾ അതെല്ലാം കേട്ട് നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു എന്നോട് സാറെല്ലാം പറഞ്ഞു, ഇനി ഞാൻ ഒന്നും പറയില്ല കേട്ടോ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നാളുകൾക്ക് ശേഷം നമ്മുടെ മനു വൈജിയുടെ വീട്ടിലേക്ക് വരുന്നു. ബാലചന്ദ്രൻ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വരുന്നു. മനുവിനെ കണ്ടപ്പോഴത്തേക്കും ഇത് ആരത് മനു, നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വെളുപ്പിന് വന്നെന്ന് പറഞ്ഞു. ബസ്സിനാണോ ട്രെയിനാണോ? കോട്ടയം വരെ ബസ്സിനാണ് വന്നേ. അങ്കിൾ പോവാണോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് സമയമായിടാ, നീ ഇത് പോവുമോ? ഇല്ല, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ടൗണിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അതെന്താ? അങ്കിള് ഫുള്ള് ബിസി അല്ലേ, അന്ന് എനിക്ക് ബോറടിക്കുമെന്ന് പറഞ്ഞപ്പം അത് ശരിയാ, എനിക്ക് എൻ്റെ കച്ചവടം വിട്ടിട്ട് നിൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ശരിയാന്നും പറഞ്ഞു മനു. എന്നാൽ പിന്നെ ഞാൻ പൊക്കോട്ടെടാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി. മുത്തശ്ശിന്നും വിളിച്ചതേ നമ്മുടെ മനു ഓടി വന്നു. കുഞ്ഞേന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് ഭയങ്കര സ്നേഹം. മുത്തശ്ശി ഇങ്ങോട്ട് മാറിയിട്ട് എങ്ങനെയുണ്ട്, സുഖമാണോ? ഇവിടെ എനിക്ക് ഒരു കുഴപ്പമില്ലാന്നും നീ ഇന്നലെ വന്നു മുത്തശ്ശി വയ്ക്കും. അപ്പം ഞാൻ ഇന്നലെ പുറപ്പെട്ടു, ഇന്ന് രാവിലെ എത്തിയെന്ന് മനുവും പറഞ്ഞു. അങ്ങനെ മനു വന്ന് മുത്തശ്ശിയുടെ അടുത്ത് വിശേഷമൊക്കെ ചോദിച്ചിരിക്കുക. കാലൊക്കെ എങ്ങനെയുണ്ട്, സുഖമായോ? നമുക്ക് ഈ പ്ലാസ്റ്ററൊക്കെ മാറ്റിയിട്ട് എഴുന്നേറ്റ് നടക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ വേണ്ടേ, നടക്കണം. നിനക്ക് എന്നെ ഉണ്ടടാ കുഞ്ഞ വിശേഷം? അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു മുത്തശ്ശി. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ അലീനെ കൊച്ച് എങ്ങനെയുണ്ട്? മുത്തശ്ശിയെ നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം പൊന്നു പോലെ എന്നെ നോക്കുന്നുണ്ടെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാം. എൻ്റെ മോനെ, നീ ഇതിൽ കൂടുതൽ ഒരു പുണ്യമേ ചെയ്യാനില്ലടാ, അവളെ എനിക്ക് കൊണ്ടുവന്ന് തന്നല്ലോടാ നീ. അപ്പോഴത്തേക്ക് ആ മനുവിന് ഭയങ്കര സന്തോഷം. മുത്തശ്ശി ഹാപ്പിയാണെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പം ആണോന്നോ, കൊള്ളാം, നല്ല കുട്ടിയാടാ അവള്. പിന്നെ എങ്ങനെയാ അവളൊരു അനാഥയായി പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഓ എടാ, എന്നാ നല്ല സ്വഭാവമാണെന്ന് നിനക്കറിയാവോ? നല്ലൊരു കുടുംബത്തിൽ ജനിച്ച കൊച്ചായിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ മനുവിനെ നോക്കുക. അപ്പോൾ മനു ഇങ്ങനെ മുത്തശ്ശിയെ നോക്കുക കേട്ടോ. മുത്തശ്ശി പിന്നെ അവിടെ കൊണ്ട് അങ്ങ് നിർത്തി. എന്താ നിർത്തിക്കളഞ്ഞേ? പറ, ബാക്കി കൂടെ പറ മുത്തശ്ശി. പോരട്ടെ പോരട്ടെ. അപ്പോൾ എന്തോന്ന് പോരട്ടെ എന്ന്? അല്ല, മനസ്സിലിരിപ്പേ അത് പോരട്ടെ എന്ന്. ഒന്നുമില്ല എന്നും പറഞ്ഞിരിക്കുമ്പോൾ അല്ല, എന്തോ ഒന്ന് മനസ്സിൽ വന്നു, ഒളിച്ചു വെക്കാൻ അതിങ്ങ് പറയാൻ പറഞ്ഞു മനു. അതോ, അത് പിന്നെ ഞാനത് പറയട്ടേടാ. പറ മുത്തശ്ശി, പറ, അത് ഞാൻ കേൾക്കട്ടെ. ചുമ്മാ പറയുന്ന കേട്ടോ. അപ്പോൾ ഒന്ന് പറയുന്നേ, ഞാൻ കേൾക്കട്ടെ. അതെ, നിനക്ക് ഇത്രയും ചേരുന്ന ഇത്രയും നല്ലൊരു പെണ്ണിനെ വേറെ കിട്ടാനില്ല എന്ന് മുത്തശ്ശി. ഓ, മനസ്സിലായി മനസ്സിലായി, കൊച്ചു കള്ളി, ഇവിടെ ഇരുന്ന് എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുന്നേ എന്ന് ചോദിച്ചു. പക്ഷേ എന്നാ പറയാനാടാ, നമുക്ക് പറ്റത്തില്ലല്ലോ. ആരോരും ഇല്ലാത്ത ഒരു അഗതിയായി പോയില്ലേ ആ പാവം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അതെ, ആരോരും ഇല്ലാത്തവർക്കല്ലേ ആരെങ്കിലുമൊക്കെ വേണ്ടത് എന്ന് മനു അന്നേരം മുത്തശ്ശിയോട് ചോദിച്ചു. എന്നാ? ആഹാ, നീ എന്നാ പറഞ്ഞേ? അല്ല, ഒന്നുമില്ല, ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് മനു അന്നേരം പറഞ്ഞു. ഓ അവേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അവിടെ ഇരിക്കാം. എവിടെയുണ്ട് കക്ഷി? മുത്തശ്ശിയുടെ അടുത്തിരിക്കാനല്ലേ കൊണ്ടുവന്നത്. അവൾ അതിന് ഒരു മിനിറ്റ് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അമ്മായിമ്മ പോര് കണക്കിനൊരു പോരാ അവളോട്. അതെന്താ മുത്തശ്ശി അങ്ങനെ? അവളോട് അഭിപ്രായം അപ്പോൾ ചോദിക്കാതെയല്ലേ നീയും കുഞ്ഞിരാമേട്ടനും കൂടെ പോയി അലീനയെ കണ്ടത്? അതിനിപ്പോൾ എന്താ? അവളെ കൂട്ടിക്കൊണ്ട് വരാൻ മാലിനിയും കൂട്ടി നീ പോകണമെന്ന് പറഞ്ഞപ്പം ജയമോള് വേണ്ടാന്ന് പറഞ്ഞില്ലായിരുന്നോ? മുത്തശ്ശൻ്റെ അന്ത്യാഭിലാഷം അല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ഞാൻ അത്രയും വാശി പിടിച്ചേ. അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാണ് കാരണം. പിന്നെ ബാലചന്ദ്രൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതും അവൾക്ക് ആ ശേഷം പിടിച്ചിട്ടില്ല എന്നേ. ഇതൊക്കെ ഒരു കാരണമാണ് എൻ്റെ മുത്തശ്ശി. വേറൊരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ, നീ ഇങ്ങ് വന്നേ വാ എന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശി മനുവിനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അവളുടെ തൊലി വെളുപ്പും ദേ ഇവിടെ ആർക്കും തീരെ രസിച്ചിട്ടില്ല. പറയുന്നുണ്ട്, നീ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ വൈജയന്തിയുടെ മക്കളെക്കാളും അലീനയല്ലേ നല്ലത് കാണാൻ. അങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും പാടില്ല മുത്തശ്ശി. പക്ഷെ അവൾ അതുവരെ നോക്കുവാടാ. അലീന നല്ല ഡ്രസ്സ് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട വേലക്കാരിയാണെന്ന് ആരെങ്കിലും പറയോടാ? അതില്ല, ഈ വീട്ടിലെ മോളാണെന്നല്ലേടാ തോന്നത്തുള്ളൂ. അതെ, അത് ശരിയാ. അതും ജയമോൾക്ക് വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. വേലക്കാരിയെ കണ്ട വേലക്കാരിയാണെന്ന് തോന്നണമെന്ന് അവൾ പണ്ട് മുതലേ പറയുന്നതല്ലേ. ഇത് അലീനയുടെ മുഖത്ത് നമുക്ക് കരി വരുത്തേക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അങ്ങനെ പറ്റത്തില്ലാത്തതുകൊണ്ട് ജയമോളിപ്പം ആക്ഷേപവും അവഹേളനവും അപമാനിക്കലും നിന്നയും എല്ലാം കൂടെ കലക്കി കയ്യിൽ കുഴമ്പാക്കി അവളുടെ ദേഹത്ത് തേച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കഷ്ടമുണ്ടല്ലോ മുത്തശ്ശി ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ മനു അന്നേരം പറഞ്ഞു. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടാ. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവൾ അത് തന്നെ ചെയ്യത്തുള്ളൂ. വാശി അവൾക്ക്, ഭയങ്കര വാശി. ഈ മുത്തശ്ശിക്ക് എങ്ങനെ ഇത്രയും നെഗറ്റീവുകൾ കണ്ടുപിടിക്കാൻ പറ്റുക? അതാണ് അതിശയം. ശരിക്കും ആൻറ്റിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? അങ്കിളിനോട് സ്നേഹമുണ്ടോ? സ്വന്തം മക്കളോടുണ്ടോ?
അതൊക്കെ ഉണ്ട്. പിന്നെ എന്നോട് നല്ല സ്നേഹാടാ. സത്യം പറഞ്ഞ അവളൊരു പാവം തന്നെയാടാന്ന് പറഞ്ഞു. കുറച്ച് അഹങ്കാരം ഉണ്ടെന്നേ ഉള്ളൂ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അത് ശരിയാ മുത്തശ്ശി പറഞ്ഞതൊന്നും മനു. ദേഷ്യം വരുമ്പോൾ കത്തിയെടുത്ത് കുത്തി കൊല്ലുന്നേ ഉള്ളൂ. പക്ഷെ ആള് പാവാ. ഒന്ന് പോടാ അവിടുന്ന്. അവൻ്റെ ഒരു ഉപമ വന്നിരിക്കുന്നു എന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ അലീന ഒരു ബക്കറ്റൊക്കെ പിടിച്ച് മുത്തശ്ശി മുത്തശ്ശി കാണാൻ നല്ലൊരു മുത്തശ്ശി, പാട്ട് പാടും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ചാടി കയറി മുറിയിലേക്ക് വരുന്നത്. കഥ പറയും മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മുടെ മനുച്ചേട്ടൻ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അത് കണ്ടപ്പോഴത്തേക്ക് അലീനെ ഒന്ന് ചമ്മി. പെട്ടെന്ന് മുത്തശ്ശി ഒരു ചിരി. അലീന വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ കണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.